ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമ്മൾ എല്ലാ പേരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്, RRBയുടെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ. അപ്പോൾ ഇത്രയും നാളായിട്ട് നമുക്ക് ഡിസംബർ ടൈമിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ കലണ്ടർ ആയിരുന്ന 2024 കലണ്ടർ പ്രകാരം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുവരെയും വരാത്തതുകൊണ്ട് എല്ലാ പേർക്കും ആകെപ്പാടെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി വരുമോ, ഇനി എത്ര വാക്കൻസി വിളിക്കും, അല്ലെങ്കിൽ ഇനി നമുക്ക് ചാൻസ് ഉണ്ടോ, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ ഗ്രൂപ്പ് ഡി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, നമ്മുടെ റെയിൽവേയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് നോട്ടീസ് വരിക എന്നുള്ള അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്, ഇനിയിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സൂൺ എന്നുള്ളൊരു മീനിങ് ആണ് ഇതിന് വരുന്നത്. ഷോർട്ട് നോട്ടീസ് ഔട്ട് ആകുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് നോട്ടീസിൽ അവർ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. കാരണം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു ജസ്റ്റ് ഒരു പോസ്റ്റർ എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉടനെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ടീസാണ് ഔട്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിയുടെ വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ലെവൽ 1 പോസ്റ്റുകളാണ്, വേരിയസ് പോസ്റ്റുകളുണ്ട്. ലെവൽ 1 7th CPC പേ സ്കെയിലിൽ വരുന്ന പോസ്റ്റുകളാണ് നമ്മുടെ ഏതിൽ വരുന്നത്, ഗ്രൂപ്പ് ഡിയിൽ വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പോസ്റ്റിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് എന്ത് വരുമ്പോഴേ അറിയാവൂ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോഴേ നമുക്ക് അറിയാവൂ. എന്തായാലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ്, ഇനി എന്ന് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും എന്നാണെന്ന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, 23/1/2025 ഓപ്പണിംഗ് ഡേറ്റും 22/2/2025 ക്ലോസിംഗ് ഡേറ്റുമാണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. എന്നാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആവുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞൊരു മാസത്തെ എന്ത് വിളിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരികയാണെന്നുള്ളൊരു മീനിങ് ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി എന്താണ്, നിങ്ങൾക്ക് വളരെ വലിയ ഒരുപാട് ടൈമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്സാമും റെയിൽവേ കൃത്യമായി നടത്തി പോകുന്നത് കൊണ്ട് തന്നെ ഇതും എന്ത് ചെയ്യും, ഒരു 6 മാസത്തിനുള്ളിൽ ഇതും എന്ത് ചെയ്യും, നടത്തുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 23, 22 എന്ന് പറയുന്ന ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും എന്നുള്ള കാര്യമാണ്. പിന്നെ എല്ലാ പേർക്കും ഉണ്ടായിരുന്ന ഒരു മെയിൻ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളൊരു കാര്യമാണ്. 10th ആണോ ITI ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പോസ്റ്റ് വൈസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അവർ എന്ത് ചെയ്തിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതൊക്കെ എന്താണ്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇനി ഉടനെ വരും. എന്തായാലും ജനുവരി എന്ന് പറഞ്ഞൊരു ടൈമിലേക്ക് അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നല്ല. എന്തായാലും ഉറപ്പായിട്ടും 10th ആൻഡ് ITI എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരിക്കും 10th ഉള്ളവർക്കും ITI ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ തന്നെ ആയിരിക്കും വരുന്നത്. അതെല്ലാം നമ്മൾ ഇനി എന്താ നോക്കിയിരിക്കാം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു അടി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയത് എന്താണ്, അതിൻ്റെ വാക്കൻസി ലിസ്റ്റിംഗ് ആണ്. വെറും എത്രയും വർഷങ്ങൾക്ക് ശേഷം വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു ഗ്രൂപ്പ് ഡി വാക്കൻസീസ് ഉണ്ട്. അതെത്രയാണ്, ശരിക്കും പറഞ്ഞാൽ 1 lakh എബോവ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, എപ്പോഴും ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കേണ്ടത്. കാരണം 10th ലെവൽ തൊട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അതിന് അത്യാവശ്യം വേക്കൻസി വിളിക്കുന്നതിന് പകരം അവരിപ്പോൾ ഇത്ര വിളിച്ചിട്ടുള്ളത് വെറും 32,000 വേക്കൻസിയാണ്. നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല, 32,000 വേക്കൻസി. ഇപ്പം ബാക്കി ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. വാക്കൻസി എപ്പോഴും എന്താണ്, കുറഞ്ഞു തന്നെയാണ് ഓട്ടോമാറ്റിക്കലി വിളിച്ച് വരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഒരു സങ്കടമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു എക്സാമിനേഷന് അത്ര വാക്കൻസിയേ ഉള്ളൂ എന്നുള്ളൊരു സങ്കടം ഉണ്ട് എന്തായാലും. പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്ക് എന്താണ്, കൃത്യമായി പഠിക്കാനുള്ള ടൈമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. ഇനി ഒന്നും നമുക്ക് എന്താണ് വാക്കൻസിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോമ്പറ്റീഷനോ ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ലിസ്റ്റിൽ കയറണമെങ്കിൽ എത്രത്തോളം നിങ്ങൾ മുന്നിൽ എത്തണം എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതിൽ ഒരാളായി പ്രവർത്തിക്കാൻ വേണ്ടിയായിട്ട് നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും വിത്തിൻ 6 months എന്നുള്ള രീതിയിൽ തന്നെ എന്തും നടത്താറുണ്ട്, അവർ എക്സാമും നടത്തും. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സിലോ ജോയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ള ടൈം അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, യൂട്യൂബ് നോക്കിയായാലും നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ റെയിൽവേയുടെ തന്നെ ഫൈനൽ എക്സാമിനേഷനായ ഗ്രൂപ്പ് ഡി അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ ലെവൽ പേ പറയുന്നുണ്ട്, 18,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. ഏകദേശം 25,000 എബോവ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി പാക്കേജിംഗ് ആണ് വരുന്നത്. പ്ലസ് നിങ്ങളുടെ ഏജിൻ്റെ കാര്യം റിലാക്സേഷൻ ആയിട്ട് പറയുന്നുണ്ട്. നോർമലി 18 to 33 years ആണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്, കോവിഡിൻ്റെ റിലാക്സേഷനായ 3 years കൂടെ ഉള്ളതുകൊണ്ട് 18 to 36 years വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ SC/STക്ക് പ്ലസ് എത്രയും കൂടെ ഉണ്ട്, 5 years ഉണ്ട്. നമ്മുടെ OBCക്ക് ആണെങ്കിൽ 3 years ഉണ്ട്. ആ കാര്യം എടുത്ത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മോഡ് ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയാണ്. ഒരൊറ്റ
എക്സാമിനേഷൻ ആണ്, ടയർ 1 എക്സാമിനേഷൻ ആണ്. അതിനുള്ള ഫീസും അവർ പറഞ്ഞിട്ടുണ്ട്. OBC ആൻഡ് ജനറൽ കാൻഡിഡേറ്റ്സിന് ഫീസ് 500, പിന്നെ PWD ഫീമെയിൽ ആയിട്ടുള്ളവർ, SC ST ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും എന്താണ് ഈ BC ക്ലാസ്സുകൾക്കൊക്കെ എന്താണ് നമ്മുടെ 250 റുപ്പീസ് ആണ് കേട്ടോ. 250 ആണ്. ബാക്കിയുള്ളവർക്കുള്ള റിസർവേഷൻ അവർക്ക് എത്രയാണ് 250. അതിലെന്ത് ചെയ്യും, റീഫണ്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീഫണ്ട് ഇവിടെ 500 രൂപ അടച്ചവർക്ക് 400 രൂപ റീഫണ്ട് വരും. 250 ആണെങ്കിൽ 250 റീഫണ്ടബിൾ ആയിട്ട് വരുമെന്നാണ് ഷോൾ ബി റീഫണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഹൗ ടു അപ്ലൈ ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ്, ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ അറിയാം. എന്തായാലും നമുക്കൊരു ആശ്വാസമാണ്. ഗ്രൂപ്പ് ഡിയുടെ ഷോർട്ട് നോട്ടീസ് വന്നു, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആവും, എക്സാം വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ജോലി നേടാമെന്നുള്ളൊരു ഹോപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ്സസിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയിലെ ഓൺലൈൻ കോഴ്സസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ആവണമെങ്കിൽ ഇപ്പോൾ എന്താണ് ക്രിസ്മസ് ഓഫറൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പറിൽ കയറി എന്ത് ചെയ്യാണ്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമുക്കുള്ള ഒരു ഫൈനൽ ചാൻസ് എന്ന രീതിയിലാണ് ഗ്രൂപ്പ് ഡി വരുന്നത്. അപ്പോൾ അതിലെങ്കിലും നിങ്ങൾ കൃത്യമായി പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് NTPCയും ഗ്രൂപ്പ് ഡിയും ഒക്കെ എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ടുള്ള സിലബസ് കവറിങ് ഒക്കെ കൃത്യമായി നടത്തുക. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഒരു 6 months കഴിയുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. എത്രയും മുന്നേ സ്റ്റാർട്ട് ചെയ്യുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജോലി കിട്ടുമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഗ്രൂപ്പ് ഡിയുടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കുക. എല്ലാ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 10th ആൻഡ് IT ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് ഇനി അതിനുവേണ്ടി പഠിക്കാതിരിക്കുക, വെറുതെ വേസ്റ്റ് ചെയ്യരുത്, ടൈമൊന്നും വേസ്റ്റ് ചെയ്യരുത്, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.